ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? സോ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നേരം വൈകി. ഇപ്പോൾ 11:30 ആയി രാവിലെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാര്യമായിട്ടൊന്നുമില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല. ഇന്ന് നൂൽപുട്ടായിരുന്നു, അപ്പോൾ അത് കഴിക്കാൻ ഇപ്പോൾ പോവാണ്. പിന്നെ ഉച്ചയ്ക്ക് പിന്നെ ചോറും കറിയൊക്കെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊന്നും വയ്ക്കുന്നില്ല. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോസൊക്കെ കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഓക്കെ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. ഹായ് ഗായ്സ്, സോ സമയം 5 o'clock, 5 മണിയാണ്. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യണമെന്നറിയോ? ഞാൻ എൻ്റെ വീഡിയോ ടി വിയിൽ കാണുകയാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഞാൻ എൻ്റെ വീഡിയോ ഞാൻ തന്നെ ഇരുന്ന് കാണുകയാണ്. ഇതൊക്കെയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ തന്നെ ഇരുന്ന് കാണുകയാണ്. ചുമ്മാ കുറച്ച് നേരം ഇങ്ങനെ ബോറടിച്ചു. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. ഈ പറഞ്ഞ പോലെ ഭയങ്കര ലേസി ആയിട്ടുള്ളൊരു ദിവസം എന്ന് പറയില്ലേ, ഇന്നതായിരുന്നു. എനിക്ക് ഫുൾ ഭയങ്കര ലേസി ആയിരുന്നു. ഞാനന്ന് ഇങ്ങനെ കിടന്ന് നടക്കുക, കിടക്കുക, ഉറങ്ങുക, ഇതൊക്കെയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് പിന്നെ നമുക്ക് ഫുഡ് വെക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഉണ്ടായിരുന്നു. അത് കാരണം പിന്നെ എനിക്കങ്ങനെ പണിയൊന്നും അധികം ഉണ്ടായിരുന്നു. രാവിലെ നൂൽപുട്ടായിരുന്നു. ഇനിയിപ്പോൾ രാത്രിക്കൽക്ക് എന്തെങ്കിലും നോക്കണം. അതിനിടയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ ആയിട്ട് വേണം കാര്യങ്ങൾ നോക്കാനായിട്ട്. ഭയങ്കര മടി, കാരണം ഒരു കാര്യം ചെയ്യാൻ തോന്നുന്നില്ല. അതാണ് എൻ്റെ ആക്ച്വൽ സംഭവം. ഇങ്ങനെ കുറച്ച് നേരം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്നറിയില്ല. അങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തണം, അത് ചെയ്യണം. പിന്നെ എനിക്ക് കടയിൽ പോകണമെന്നുണ്ട്. ഇപ്പോൾ നല്ല മഴക്കാരുണ്ട്. ഇപ്പോഴത്തെ മഴ എന്ന് പറയുന്നത് നല്ല മഴയും ഇടിവെട്ടൊക്കെ ആയിട്ടാണ് വരുന്നത്. ചെറിയ ഇടിമിന്നലൊക്കെ ആയിട്ടുള്ളത്. അത് കാരണം എനിക്ക് പോകാൻ ഇത്തിരി പേടിയാണ് ഒറ്റയ്ക്ക്. ഞാനും മോനും കൂടിയേ പോയെങ്കിലും ആള് തൃശ്ശൂർക്ക് പോയി. അപ്പോൾ പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോകണം. ജംഗ്ഷൻ വരെ പോകണ്ടു, പക്ഷെ മഴയൊക്കെ വരുന്നാലാണ് പാട് വരും. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ആക്ച്വലി പോണ്ടേ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ എന്താ വേറെ വിശേഷം? ഇനിയിപ്പോൾ അനുവിനെ പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, എക്സാമാണ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നാളെ വലിയ ക്ലാസ്സില്ല. നാളെ സ്റ്റഡി ലീവാണ്. സാറ്റർഡേ ആണ്, അപ്പോൾ അവർക്ക് സ്റ്റഡി ലീവ് കൊടുത്തിട്ടാണ്. അല്ലെങ്കിൽ സാറ്റർഡേ ക്ലാസ്സസ് ഉണ്ടാവാറുണ്ട്. പിന്നെ മൺഡേ തൊട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഉച്ചവരെ ഉള്ളൂ, 12 മണി വരെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ 10-ാം തീയതി 10th അതായത് പൂജവെപ്പാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. പൂജവെപ്പാണ്. 2 ദിവസം പൂജയ്ക്ക് ഇരിക്കുന്നുണ്ട്. സൺഡേ ആണ് പുസ്തകം എടുക്കുന്നത്. അപ്പോൾ പൂജവെപ്പിന് ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. ഒരു യാത്രയുണ്ട്. അത് എവിടേക്കാണെന്നുള്ളതൊക്കെ ഞാൻ പിന്നെ പറയാം. എന്തായാലും ഒരു യാത്രയുണ്ട് എന്തായാലും. അപ്പോൾ 10-ാം തീയതിയാണ് പോണേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുണ്ട്. അത് പാക്കിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിന് പരീക്ഷ നടക്കുന്ന സമയമാണ്. അതിൻ്റെ ഒരു എക്സാം എന്തായാലും പോകും. കാരണം ഞങ്ങൾ 10th എന്ന് പറയുന്നത് ടേഴ്സ്ഡേ ആണ്. അപ്പോൾ ടേഴ്സ്ഡേ പോയിട്ട് വരുന്നത് മൺഡേ എത്തുള്ളൂ. അപ്പോൾ മൺഡേ എത്തുന്ന സമയത്ത് അവൻ്റെ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെ അന്നത്തെ പരീക്ഷ എക്സാം പോവും. അന്ന് GS ആണ്, പക്ഷെ അന്ന് പോവും. ബാക്കി എല്ലാ എക്സാംസും ഓക്കെയാണ്, പക്ഷെ GS മാത്രം പോവും. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. മിസ്സിനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി റീടെസ്റ്റ് എടുക്കില്ലെന്ന് എനിക്കറിയില്ല. അവരൊക്കെ അങ്ങനെ ഇല്ലയെന്നാണ് പറയണത്. കാരണം എന്തെങ്കിലും ഒരു മെഡിക്കൽ വൈസ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളാണെങ്കിൽ മാത്രമേ റീടെസ്റ്റ് എടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എടുക്കില്ലെന്നൊന്നും അറിയില്ല. എന്തായാലും മിസ്സിനോട് പറഞ്ഞിട്ട് നമുക്ക് വരാൻ പറ്റില്ല, എന്തായാലും നമ്മളെത്തില്ല. എക്സാം സമയത്ത് എന്തായാലും നമ്മളെത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് റോട്ടിൽ മീൻ വിളിച്ച് പോകുന്നു.
അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്താണ് അപ്പം നീ അതിൻ്റെ തിരക്കുണ്ട്. നീ യാത്ര ഐ മീൻ പാക്കിങ്ങും കാര്യങ്ങളും ഒരു സൈഡിൽ, ഇവനെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഒരു സൈഡിൽ. അപ്പോൾ അജു വരില്ല. അജുവിനെ ഞങ്ങൾ അവിടെ നിന്ന് പോയി പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോകുന്നത് അതൊക്കെ ഞാൻ പറയും. എന്തായാലും അവന് മുടക്കില്ല. അതായത് മൂത്ത ആൾക്കാണെങ്കിൽ അവർ റെസിഡൻഷ്യൽ സ്കൂളായതുകൊണ്ട് അവർക്ക് ഈ പൂജപ്പിന് അവർക്ക് ഹോളിഡേയ്സ് ഇല്ല. അപ്പോൾ അവരോട് അവിടെ ഇരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അവനെ ഞങ്ങൾ അങ്ങോട്ട് അവിടെ പോയി അവനെ പിക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ പോകുന്ന സ്ഥലത്തേക്ക് എത്തണം. അതായത് നമ്മൾ പോകുന്ന ട്രെയിനിലാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ തൃശ്ശൂരിൽ നിന്നാണ് കയറുന്നത്. അപ്പോൾ തൃശ്ശൂർക്ക് എത്താനായിട്ടും അപ്പോൾ ഇവിടുന്ന് ഒരു 12 മണിക്ക് പോയി കഴിഞ്ഞ് 4 മണിക്ക് എത്താനാണ് പറഞ്ഞത്. രാവിലെ അവർക്ക് സ്കൂളിൽ എന്തോ ഒരു ISROയുടെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 4 മണിക്കാണ് നമ്മളവിടുത്തെ മാഷിനോട് വിളിച്ച് ചോദിച്ചപ്പോൾ 4 മണിക്ക് വന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തായാലും പോകുമ്പോൾ, കാരണം ഇത് ഒറ്റപ്പാലം മായന്നൂരാണ് ഇവൻ്റെ സ്കൂൾ വരുന്നത്. ജവഹർ നവോദയ വിദ്യാലയമാണ്. അപ്പോൾ റെസിഡൻഷ്യൽ സ്കൂളാണ്. മിക്കവർക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. 6ാം ക്ലാസ് തൊട്ടാണ് അവിടെ അഡ്മിഷൻ ഉള്ളത്. അതിനൊരു എക്സാം ഉണ്ട്. നമ്മൾ 5th പഠിക്കുന്ന സമയത്ത് ഒരു എക്സാം ഉണ്ട്, എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പോൾ അതിൽ കിട്ടുന്ന കുട്ടികൾക്ക് അവിടെ ആ സ്കൂളിൽ ജോയിൻ ചെയ്ത് അവിടെ നിന്ന് പഠിക്കണം. പിന്നെ എല്ലാ സെക്കൻഡ് സാറ്റർഡേ നമുക്ക് അവിടെ പോയി കുട്ടികളെ കാണാം. അവിടെ അന്ന് മീറ്റിംഗ് ഉണ്ടാവും, ക്ലാസ് വൈസ് മീറ്റിംഗൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാ സെക്കൻഡ് സാറ്റർഡേ, എല്ലാ മാസം സെക്കൻഡ് സാറ്റർഡേ നമുക്ക് പോയിട്ട് അവരെ കാണാം. 4 മണി വരെ നമുക്കവിടെ സമയമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരണം. പിന്നെ എന്തെങ്കിലും അവർക്കിപ്പോൾ എന്തെങ്കിലും അസുഖപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമുക്കവരെ കൊണ്ടുവരാം. പിന്നെ ഇതുപോലെ വെക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് വരാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഒക്കെ ഫുള്ളും അവിടെ തന്നെ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യണം. അലക്കണം, സ്വന്തമായ പാത്രങ്ങൾ കഴുകി വയ്ക്കണം, എല്ലാ കാര്യങ്ങളും ക്ലീനിങ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിൽ പഠിക്കുക. ഇതൊക്കെയാണ് അവർക്ക് അവിടെ കാര്യങ്ങളുള്ളത്. അപ്പോൾ ഒരു കണക്കിന് നോക്കുമ്പോൾ അതൊരു നല്ലൊരു ഒരു മോഡുലേഷനാണ്, ഒരു സംഭവമാണ്. 6th എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലൊരു മോൾഡിങ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ 6th തൊട്ടേ ഉള്ളൂ അവിടെ ക്ലാസ്സസ്. 6th തൊട്ട് നമുക്ക് +2 വരെ ഉണ്ട്. +2 പിന്നെ 9, പിന്നെ ഒരു എക്സാം വരുന്നത് 9th പിന്നെ +2 എക്സാംസ് വരുന്നത്. അപ്പോൾ 9th വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അധികം അഡ്മിഷൻ സീറ്റ്സ് കുറവായിരിക്കും. കാരണം 8th പാസ്സായിട്ട് പോന്നിട്ടുള്ള കുട്ടികളും പിന്നെ കുറച്ച് സീറ്റ്സ് ഉണ്ടാവുള്ളൂ. അതിലേക്കാണ് പിന്നെ പുതിയ കുട്ടികൾ, അതായത് നമ്മൾ ഇതുപോലെ എൻട്രൻസ് എക്സാം ചെയ്ത്, അതായത് 8ൽ പഠിക്കുമ്പോൾ വേണം എൻട്രൻസ് എക്സാം എഴുതാനായിട്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുട്ടികളായിരിക്കും അവിടെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ 9ലേക്ക് ഒരു എക്സാം ഉണ്ട്, 6ലേക്ക് ഒരു എക്സാം ഉണ്ട്. അതുപോലെ തന്നെ +1 +2 ആ ഒരു ഇതിലേക്ക് എക്സാം ഉണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ കൊമേഴ്സും സയൻസും ആണെന്ന് തോന്നുന്നുണ്ട് അവിടുത്തെ. അത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പം മോനെടുക്കാനായിട്ട് ഞങ്ങൾക്ക് എന്തായാലും അന്ന് ലീവ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമ്മൾക്ക് മായന്നൂർക്ക് പോകാൻ 2 മണിക്കൂർ വേണം. 2-2.25 മണിക്കൂർ എന്തായാലും വേണം. കാരണം പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം അവന് രാവിലെ എന്തായാലും നമുക്ക് രാവിലെ പോയി പിക്ക് ചെയ്യാൻ പറ്റില്ല. രാവിലെ അവർക്ക് പരിപാടി ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 4 മണിക്ക് വന്നിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത് 9 മണിക്കാണ്. അപ്പോൾ നമുക്കതിന് ഉള്ളിൽ അവരെ പോയി തിരിച്ച് നമുക്ക് അതേ സമയം എടുക്കും ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ അതെടുത്ത് പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരുന്നില്ല, എന്തായാലും നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. അപ്പോൾ അവൻ്റെ ഡ്രസ്സ് നമുക്ക് ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കണം. ഇനി അഥവാ നേരത്തെ എത്താണെങ്കിൽ തന്നെയും നമുക്ക് പതുക്കെ, ഇപ്പോൾ സമയമുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ വന്നാലും മതി അവിടെ നിന്ന്. പിന്നെ അവനെടുത്തിട്ട് പതുക്കെ വന്നാലും മതി. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത ആഴ്ച ഈ പറഞ്ഞ പോലെ കുറച്ച് തിരക്കുള്ള സമയമാണ്. ഞാൻ മാത്രമല്ല ഞങ്ങൾ ഫാമിലി മാത്രമല്ല, എൻ്റെ ഫ്രണ്ടുണ്ട് ലിൻഡ. അപ്പോൾ അവർ എറണാകുളത്ത് നിന്ന് കയറും, ഞങ്ങൾ തൃശ്ശൂരിൽ കയറും. അപ്പോൾ ഞങ്ങൾ 2 ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതെവിടേക്കാണ് എന്താണെന്നൊക്കെ നമുക്ക് പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ വൈകിട്ടാകുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പോകും. അവനെ പഠിപ്പിക്കാൻ ഇരുത്തണം, അത്രയൊക്കെയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ കടയിൽ പോകണം എന്നുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോവാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുകൊണ്ട് കൂടെ
മഴ പക്ഷെ മഴ പെയ്യില്ലാന്ന് തോന്നുന്നു. എന്തായാലും വേഗം പോയിട്ട് വേഗം വരാം. വേഗം പോയിട്ട് വേഗം വരണം ഇരുട്ടാകുമ്പോഴേക്കും. അങ്ങനെ നമ്മൾ കടയിലൊക്കെ പോയി തിരിച്ചെത്തി. ഞാൻ ഈ ഡ്രസ്സ് തന്നെ ഇട്ട് ഇതിൻ്റെ കൂടെ മീതെ വേറൊരു മറ്റേ എന്താ പറയുക വേറൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതിന് മീതെ കൂടെ ഇട്ടിട്ട് പോയി. അപ്പം നമ്മൾ ഈ ജംഗ്ഷൻ വരെയല്ലേ പോകണ്ടു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. പിന്നെന്താ വേറെ വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചേ ഉള്ളൂ, കാര്യമായിട്ടുള്ള വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ അതേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് കവറോടെ വെച്ചിട്ടുണ്ട് അവിടെ, ഇങ്ങനെയൊക്കെ മാറ്റണം. ഓക്കെ, ഹായ് ഗായ്സ്, ഞങ്ങൾ പഠിക്കുകയാണ്. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനല്ല, അർണവ് പഠിക്കുകയാണ്. മൺഡേ തൊട്ട് ഫസ്റ്റ് ടൈം എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. സോ മലയാളം പരീക്ഷയാണ്. അല്ല പഠിക്കുന്നതിൻ്റെ രസമാണ് ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. സോ ഗായ്സ്, സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. രാത്രി ഞങ്ങൾ ഡിന്നർ ചോക്കോസ്, ഞാൻ പറഞ്ഞില്ല ചോക്കോസാണ് കഴിച്ചത്. പിന്നെ ഞാൻ ഹോർലിക്സും കുടിച്ചു. അപ്പം ഇന്ന് ഇത്രയ്ക്കേ ഉള്ളൂ, കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന്. അപ്പോൾ എന്തായാലും അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.